ഓൾ, ദിസ് ഈസ് സുജിനി വിപിൻ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഡ്യൂട്ടീസ് ഓഫ് സ്പോൺസറുമായിട്ടാണ്. നമുക്കറിയാം, ഇൻഡസിവ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കൊണ്ടുവന്ന ആൾ, അതായത് സ്പോൺസർ ചെയ്യേണ്ട ചില കടമകളുണ്ട്, ചില ഡ്യൂട്ടീസ് ഉണ്ട്. ആ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ്, കാരണം നമുക്കറിയാം ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരുപാട് പ്രതീക്ഷയോടെ, ഒരുപാട് ആഗ്രഹത്തോടെ, ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയാണ് ഓരോരുത്തർ വരുന്നത്. അപ്പം ഈ ബിസിനസ്സിലേക്ക് പുതിയ ഒരാളെ കൊണ്ടുവരുന്ന ആൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, അതിൽ ഒന്നാണ് ആഡ് ടു ലിസ്റ്റ്. അതായത് നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാവും, ആ ലിസ്റ്റിലുള്ള വ്യക്തിയായിരിക്കണം നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ പ്രോസ്പെക്റ്റിങ്. അതായത് ഈ ബിസിനസ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു അധിക വരുമാനം അവർക്ക് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്തിനാണ് അവർക്കൊരു അധിക വരുമാനം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം എന്നതിൻ്റെ ആവശ്യകതയൊക്കെ ഉണർത്തണം. അതാണ് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവ രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നേരെ നമുക്ക് എന്ത് ചെയ്യണം, ഷോ ദ പ്ലാൻ. നമ്മുടെ VOP സെൻറ്ററിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മുടെ വിവാ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കേൾപ്പിക്കുക. നമ്മളും സ്പോൺസർ എന്ത് ചെയ്യണം, അവരുടെ കൂടെ തന്നെ പോവണം. പിന്നെ നാലാമത്തതാണ് ഡൗട്ട് ക്ലിയറിങ്. അതായത് VOP കേട്ടും, VOP കേട്ടതിന് ശേഷം ഒരുപാട് സംശയങ്ങളുണ്ടാവും. പ്രൊഡക്റ്റിനെ കുറിച്ചായാലും ബിസിനസ്സിനെ കുറിച്ചായാലും ഉള്ള അവരുടെ സംശയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, തീർത്തു കൊടുക്കണം. അതും നമ്മുടെ മുതിർന്ന ലീഡറുടെ സഹായത്തോടെ വേണം ഇതൊക്കെ തീർത്തു കൊടുക്കാൻ. അതിനുശേഷം എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, KYDC ഡോക്യുമെൻറ്റ് കളക്ട് ചെയ്യണം. അതായത് പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്ബുക്കിൻ്റെ കോപ്പി ഇവയൊക്കെ കളക്ട് ചെയ്ത് അവരിൽ നിന്നും ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് വാങ്ങണം, ആ VOP സെൻറ്ററിൽ വെച്ച് തന്നെ. അതിനുശേഷം അഞ്ചാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ID ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്കൊരു ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ID ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, കാരണം നമ്മൾ പ്ലാനൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരുടെ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ID ക്രിയേറ്റ് ചെയ്തത് മുതൽ അവരുടെ ബിസിനസ് ശരിയായ രീതിയിൽ പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പോൺസർ ഒരു പ്രോഗ്രസ് കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. പ്രോഗ്രസ് കാർഡ് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, അവർക്ക് എന്താണ്, ഏകദേശം ID ക്രിയേറ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ഓൺ ബോർഡിംഗ് ഇൻസ്ട്രക്ഷൻ നൽകണം. കാരണം ഈ ഒരു ഓൺ ബോർഡിംഗ് ഇൻസ്ട്രക്ഷനിലൂടെയാണ് അവർ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഡൗട്ട്സ് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുണ്ടാവും. അപ്പം അവർക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വിശദമായിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു സെഷനാണ് ഓൺ ബോർഡിംഗ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓൺ ബോർഡിംഗ് ഇൻസ്ട്രക്ഷൻ നൽകണം. അതും മാക്സിമം ID അടിച്ച് 24 മണിക്കൂറിനുള്ളിൽ കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എട്ടാമത്തതായിട്ടുള്ളതാണ് KYP ആൻഡ് VRO. അത് KYP നോ യുവർ പ്രോഡക്റ്റ്. നമുക്ക് എന്താണ്, നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള അമേസിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. ഈ ഒരു പ്രോഡക്ട്സിനെ പറ്റി ഇവർക്ക് അറിയണം. അതിനുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ നൽകണം. ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ നിങ്ങൾക്ക് നൽകാം. ഈ ഒരു ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ദെൻ VRO, വിവാ റീറ്റെയിലർ ഓറിയൻറ്റേഷൻ എന്ന ഒരു ട്രെയിനിങ് ഉണ്ട്. അതായത് അദ്ദേഹം ജസ്റ്റ് ഈ ബിസിനസ്സിലേക്ക് വന്ന വ്യക്തിയാണെങ്കിൽ എങ്ങനെ നമ്മളുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ ഒരു VRO ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് BOM, ബിസിനസ് ഓണേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനിങ് ഉണ്ട്. എങ്ങനെ ഈ ഒരു ബിസിനസ്സിലൂടെ ഏൺ ചെയ്യാം, എങ്ങനെ ഈ ഒരു ബിസിനസ്സിലൂടെ ഒരു നെറ്റ്വർക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം എന്നീ കാര്യങ്ങളൊക്കെയാണ് BOMലൂടെ നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അത് എല്ലാ ശനിയാഴ്ചയും എന്താണ്, നമുക്ക് ഫിസിക്കലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യിപ്പിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ R3 ചെയ്യണം. R3 അത് 3 റൂളുകളാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു സോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ 3 റൂൾ എന്താണ്, അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് സ്പോൺസർ മനസ്സിലാക്കുക. പിന്നെ 10ാമത്തേതെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് മേക്കിംഗ്. അതായത് കസ്റ്റമർ ലിസ്റ്റും അതേപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ലിസ്റ്റും എന്ത് ചെയ്യണം, ഈ വന്ന വ്യക്തി ഉണ്ടാക്കി കൊടുക്കണം. അത് സ്പോൺസറുടെ സഹായത്തോട് വേണം ഈ ഒരു വ്യക്തി ലിസ്റ്റ് മേക്കിംഗ് നടത്താൻ. അടുത്തതാണ് ടേസ്റ്റിംഗ് പാർട്ടി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കച്ചവടം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സംരംഭം തുടങ്ങി അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി എന്നുള്ളത് അടുത്ത ബന്ധുക്കളെയും അതേപോലെ തന്നെ നമ്മുടെ നെയ്ബേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്താൻ ഒരു
ഒരു ഉദ്ഘാടനം എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു ആരോഗ്യ സെമിനാർ എന്ന നിലയ്ക്കോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടേസ്റ്റിംഗ് പാർട്ടി അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അവയർനെസ് സെമിനാർ സംഘടിപ്പിക്കുക. ഈ ഒരു സ്പോൺസറുടെ സഹായത്തോടു കൂടിയും മറ്റുള്ള ലീഡേഴ്സിൻ്റെ സഹായത്തോടു കൂടിയും നമ്മൾ എല്ലാവർക്കും എന്ത് ചെയ്യണം, ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള വിവരം മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രോഡക്റ്റ് എത്തിയതിന് ശേഷം ഒരു ടേസ്റ്റിംഗ് പാർട്ടി അറേഞ്ച് ചെയ്യുക. അപ്പോൾ സീരിയസ് ആയി ബിസിനസ് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നവരെ, നമുക്കറിയാലോ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ അവർ അത്രത്തോളം സീരിയസ് ആയിരിക്കും. അപ്പോൾ എത്രത്തോളം സീരിയസ് ആണ് അതിനനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യണം, ഒരു അഗോഗെ റൂട്ട് ക്യാമ്പ് പ്രോഗ്രാം ഉണ്ട്. ആ ഒരു പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യണം, അവരെ ക്ഷണിക്കണം, അവരെ പങ്കെടുപ്പിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യും, ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുകയും അതനുസരിച്ച് ബിസിനസ് ചെയ്യുകയും ചെയ്യും. കാരണം പുതുതായി വന്നവർക്ക് കിട്ടേണ്ട ട്രെയിനിങ് ആണ്, അത് വളരെ പെട്ടെന്ന് തന്നെ കിട്ടണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഡ്യൂട്ടീസ് ഓഫ് സ്പോൺസർ എന്ത് ചെയ്യണം, ആ വ്യക്തി വന്ന് ഏകദേശം 3-4 ആഴ്ചക്കുള്ളിൽ തന്നെ മാക്സിമം ഓരോ സ്പോൺസേഴ്സും നൽകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണ്, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെ എങ്ങനെ വരുമാനം നേടാം, അവർക്ക് എന്താണ് ചെറിയ വരുമാനം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും സ്പോൺസർക്ക് സാധിക്കും. അപ്പോൾ ഇതെന്താണ്, ഓരോ സ്പോൺസറും വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഡ്യൂട്ടീസ് ഓഫ് സ്പോൺസർ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആ വ്യക്തിക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. Thank you all.